നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതെ, വിനയം കളം മാറ്റി ചാവിട്ടി നോക്കുക. അവൻ ആരാ മോൻ? ഉടായപ്പൊന്നും നടക്കാതായപ്പോ നല്ല വിള ജമന് കയറി പറ്റിയാലേ രക്ഷയുള്ളൂ എന്ന് തോന്നിക്കാണും. അതെ, കല്യാശ്ശേരി തറവാട്ടിൽ ഒരവകാശം ചീരൂനും ഉണ്ടല്ലോ. കോടികളുടെ സ്വത്ത് ആരാ വേണ്ടാന്ന് വെക്കുന്നേ? താമസിയാതെ പിണക്കം തീർത്ത് ശബരി എവിടെ നുഴഞ്ഞു കയറും. അവന്മാരൊക്കെ നല്ല ബുദ്ധിയുള്ളവന്മാര്. എന്റെ മകനെ പോലെ പോട്ടനല്ല. നീ എന്തൊക്കെ വർത്താനാ സുശീലയെ പറയുന്നത്? അല്ല, അനുപമേനെ മരുമോളായിട്ട് ഈ വീട്ടിൽ വേണ്ടെന്നല്ലേ നീ ഇതുവരെ എന്തിനോട് പറഞ്ഞത്? ആ, ഇപ്പൊ അവക്ക് സ്വത്തുണ്ടെന്ന് കേട്ടപ്പോഴല്ലേ നീ നിന്റെ മോനെ അവളുടെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നത്? അതെ, അത് തന്നെയാ. അവളെ കെട്ടി ജന്മം കളഞ്ഞേനെ എന്റെ മോനെ അങ്ങനെ ഒരു ഗുണമെങ്കിലും വേണ്ടേ? അത് മാത്രമല്ല, ഞാൻ വേണ്ടെന്ന് വെച്ചപ്പോഴും ഇവൻ അവളെ വേണ്ടാന്ന് വെച്ചിട്ടില്ല. അപ്പൊ പിന്നെ അവളുടെ സ്വത്ത് മാത്രം ഇവൻ എന്തിനാ വേണ്ടാന്ന് വെക്കുന്നത്? അതിന് അവിടെ ആരും സ്വത്തും വീതം വെച്ച് കൊടുക്കാൻ ആരംഭിച്ചിട്ടൊന്നും ഇല്ലല്ലോ. അനുപമയ്ക്കുള്ള ഷെയർ അവിടെ തന്നെ കാണും. അതിനിപ്പോഴേ അവിടെ പോയി ക്യൂ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതാ ഞാൻ പറയുന്നേ, നീ ഒരു പൊട്ടനാണെന്ന്. ഇക്കാലത്തെ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ ഇന്ദിര. അതറിയുന്നത് കൊണ്ടാ ബാക്കി എല്ലാവരും അവിടെ കയറി പറ്റാൻ നോക്കുന്നത്. അയ്യോ, ഞാൻ നിന്റെ നല്ലതിനാ പറയുന്നത്, അല്ലാതെ ആ തറവാട്ടിൽ നിന്ന് ഈ തറവാട്ടിലേക്ക് എനിക്കൊന്നും കൊണ്ടുതരാൻ വേണ്ടിയല്ല. ഉള്ളതെല്ലാം എല്ലാവർക്കും കൊടുത്ത് നീ ഇപ്പോ ഒന്നും ഇല്ലാത്തവനായിക്കൊണ്ടിരിക്കുക. നാളെ നിന്റെ മകനൊരു നല്ല ഭാവി ഉണ്ടാവണമെങ്കിലേ അവന്റെ അമ്മയുടെ തറവാട്ടിൽ നിന്ന് കിട്ടാനുള്ളത് നീ ചോദിച്ചു വാങ്ങേണ്ടി വരും. അതാ ബുദ്ധി. എന്നാ പറയാ? ലോകത്തേതു മനുഷ്യനും ഏതെങ്കിലും ഒരു കാലത്ത് മാറും. എന്തിന് തലവര തെറ്റി നടന്ന വിനയം വരെ മാറി. പക്ഷെ നിന്റെ അമ്മ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ദിര. ഞാനേ സോനയുടെ കുഞ്ഞിനെ ഒന്ന് കാണട്ടെ. ഈ പ്രസാദം ഒന്ന് കൊടുക്കും. ഉള്ളതെല്ലാം ചോദിച്ചു വാങ്ങുക തന്നെ വേണം. അതാ ബുദ്ധി.